ട്രെൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗോരിതംസ് എന്ന്. ഹലോ, എൻ്റെ പേര് അഞ്ജന. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മോഡ്യൂൾ വൈസ് നമ്മുടെ NCA പ്രകാരം, അതായത് നമുക്കിപ്പം വിളിച്ചിരിക്കുന്ന HSST കമ്പ്യൂട്ടർ സയൻസിന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സിലബസിൻ്റെ ഓരോ മോഡ്യൂൾസും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് നിങ്ങൾ കുറച്ചുകൂടെ ആ ഒരു ടേമുകളൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഓരോ മോഡ്യൂൾ വൈസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന മോഡ്യൂളാണ്. ഈ സെക്ഷനിൽ കുറച്ച് പുതിയതായിട്ട് കേരള PSC ഇതുവരെയും CS റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിന് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറച്ച് ടോപ്പിക്സ് ഇതിനകത്ത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഇത് ഈ തവണ പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു സിലബസാണ്. ഈ ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോഴും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അതും കൂടെ അനലൈസ് ചെയ്ത് വേണം ടോപ്പിക്ക് ക്ലിയർ ചെയ്യാൻ. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും പല പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിനൊരു ട്രെൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ റൈറ്റ് ട്രാക്കിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് നോക്കാം തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഉള്ളതെന്ന്. സോ നമ്മുടെ മൊഡ്യൂൾ 4 തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന നമ്മുടെ മൊഡ്യൂളാണ്. ഏകദേശം 16 മാർക്ക്, അതായത് 16 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതംസ് എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് നമ്മുടെ തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസിനകത്ത് വരുന്ന ടോപ്പിക്ക്. അപ്പോൾ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം എന്ന് പറയുന്നതിനകത്ത് മെയിനായിട്ട് പലതരത്തിലുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അറേ, ലിസ്റ്റ്, ലിങ്ക് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂവ്, പിന്നെ ട്രീ, ബൈനറി ട്രീ, ഹീപ്പ്, ഗ്രാഫ്, ഇതെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. ഇപ്പം അറേ തന്നെയാണെങ്കിലും 1 ഡയമെൻഷണൽ അറേ, 2 ഡയമെൻഷണൽ അറേ, അതിൻ്റെ അറേ ഓപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ സ്റ്റാക്കിനെ സംബന്ധിച്ചായാലും പുഷ്, പോപ്പ് ഓപ്പറേഷൻസിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. NCAക്ക് സ്റ്റാക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യൂവിനകത്ത് ഫ്രണ്ട്, റിയർ എൻഡുകൾ മനസ്സിലാക്കി വെക്കുക. അതിനകത്തുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലിസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതരത്തിലുള്ള ലിങ്ക് ലിസ്റ്റുകളുണ്ട്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക് ലിസ്റ്റ്, അങ്ങനെ പലതരത്തിലുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ട്രീ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബൈനറി സെർച്ച് ട്രീ, ഹീപ്പ്, ഗ്രാഫ്, സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗോരിതം വെരി വെരി ഇമ്പോർട്ടൻ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. സോ ഈ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതത്തിൽ നിന്ന് നല്ലൊരു പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് മുമ്പ് 2017 HSSTക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതത്തിൽ നിന്ന് ഏകദേശം 18 മുതൽ 19 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമുക്ക് വെയിറ്റേജ് തന്നിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും പോകുന്നത്. കാരണം ഈ തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസിനകത്ത് 16 മാർക്ക് കുറേ ടോപ്പിക്സിനാണ് തന്നിരിക്കുന്നത്. എന്നാലും ഇതൊരു കോർ പോർഷൻ ആണെന്ന് മനസ്സിലാക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് അൽഗോരിതം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് കൂടുതലും കോംപ്ലക്സിറ്റി അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ അൽഗോരിതത്തിൻ്റെയും ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി ആണ്. പിന്നെ നൊട്ടേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പലതരത്തിലുള്ള ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോൺകർ, ഗ്രീഡി അൽഗോരിതം, പിന്നെ ഗ്രീഡി മെത്തേഡ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, പിന്നെ ക്ലാസ്സസിൽ P ക്ലാസ്, NP, പിന്നെന്താണ് പോളിനോമിയൽ, അതുപോലെ തന്നെ NP ഹാർഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ NP കംപ്ലീറ്റ്, ആ ഒരു ഇതായിട്ട് പഠിച്ചു പോവുക. സോ ഇത്രയും കാര്യങ്ങളാണ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് അൽഗോരിതത്തിനകത്ത് ഉള്ളത്. അടുത്തതെന്ന് പറഞ്ഞാൽ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനകത്ത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഉണ്ട്. അത് സബ് ടോപ്പിക്സ് ആയിട്ട് പല 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 കാര്യങ്ങൾ, ഓട്ടോമേറ്റ തിയറി ഉണ്ട്. അങ്ങനെയെല്ലാം നമ്മൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ അഥവാ TOC എന്ന് പറയുന്ന
സെക്ഷനകത്ത് വരുന്നുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് റെഗുലർ ലാംഗ്വേജസ്, ഫൈനൈറ്റ് ഓട്ടോമേറ്റ, റെഗുലർ എക്സ്പ്രഷൻ, റെഗുലർ ഗ്രാമർ, ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ലാംഗ്വേജസ്, എക്സ്റ്റെൻസ് ഓഫ് നോൺ റെഗുലർ ലാംഗ്വേജസ്. ഇത്രയും കാര്യങ്ങളും ഇനിയും ഉണ്ട്, കുറച്ച് ടോപ്പിക്സും കൂടെ. അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്, പുഷ് ഡൗൺ ഓട്ടോമേറ്റ ആൻഡ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജസ്, റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ആൻഡ് റിക്കേഴ്സീവ് ലാംഗ്വേജസ്, ടേണിംഗ് മെഷീൻസിൻ്റെ ഇത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന സെക്ഷൻ. അതായത് ഒരു പുതിയതായിട്ട് നമ്മൾ കേരള PSCയിൽ CS റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിന് ഇൻക്ലൂഡ് ചെയ്ത കുറച്ച് ടോപ്പിക്സിൽ ഒന്നാണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ അഥവാ ടോക്ക് എന്ന് പറയുന്നത്. അടുത്തത് അതിനകത്ത് തന്നെ ആ മോഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അതായത് നമ്മുടെ കമ്പൈലർ ഡിസൈനിൻ്റെ ആ ഒരു ഹൈറാർക്കി അതുപോലെ മനസ്സിലാക്കി പഠിക്കണം. അവിടെയൊക്കെ എന്താണ് നടക്കുന്നതെന്നുള്ളത് പഠിക്കുക. ഈ സെയിം ക്വസ്റ്റ്യൻ NCAക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫേസ് എന്നെന്തോ ആയിരുന്നു ചോദിച്ചത്. ഓക്കെ, ലെക്സിക്കൽ അനാലിസിസ് എന്നായിരുന്നു ആൻസർ. NCAക്ക് പ്രീവിയസ് ഇയറിലല്ല, ജൂണിൽ ചോദിച്ച NCA എക്സാം, പുതിയ സിലബസ് പ്രകാരം ചോദിച്ച NCA എക്സാമിന് ചോദിച്ചതാണ് എന്ത്, അതിൻ്റെ ആൻസർ ലെക്സിക്കൽ അനാലിസിസ് ആയിരുന്നു കേട്ടോ. സോ ഓരോ ഫേസുകളുണ്ട്, ആ ഫേസുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ലിങ്കർ ലോഡർ എന്താണെന്ന് പഠിക്കുക, മാക്രോ പ്രോസസ്സേഴ്സ് എന്താണെന്ന് നോക്കുക. സോ ഇത്രയും കാര്യങ്ങളാവുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പ്യൂട്ടേഷണൽ തിയറി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവുകയാണ്. സോ ഓരോ മോഡ്യൂളും മനസ്സിലാക്കി സിലബസ് പ്രകാരം ഒരു സ്മാർട്ട് സ്ട്രാറ്റജിയിലൂടെ പഠനം ആരംഭിക്കുക. തീർച്ചയായിട്ടും വിജയം ഉറപ്പിക്കാം. താങ്ക് യു.